അടുത്ത നെക്സ്റ്റ് ടോപ്പിക്ക് വെൻ ഡയഗ്രാം എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് പല സെറ്റ് തരികയാണെങ്കിൽ ആ സെറ്റിനിടയിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് റെക്ടാങ്കിൾ ഉപയോഗിച്ച്, സബ്സെറ്റ് ഏത് വഴിയായിട്ടായിരിക്കും സർക്കിൾ വഴിയായിരിക്കും. ഇപ്പൊ ശേഷം ശ്രദ്ധിക്കുക, 1 to 10 വരെയുള്ള എല്ലാ നമ്പറും ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഈ സെറ്റ് എന്ന് പറയുന്നതിൽ എന്തായിരിക്കും ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെൻ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് എലമെന്റ്സ് എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, എലമെന്റ്സ് ഓഫ് ദ സെറ്റ്സ് ആർ റിട്ടൺ ഇൻ ദർ റെസ്പെക്റ്റീവ് ഏതിലായിരിക്കും സർക്കിളിലായിരിക്കും. ഇത് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ഫിഗറിൽ ഏതാണ് 1 to 10 എന്ന് പറയുന്നത് ഏതായിരിക്കും, അതായത് നമ്മുടെ പ്രീവിയസ് കേസിലെ ഫിഗർ. ഓക്കെ, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഏതാണ് ഫിഗർ 1.2. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 to 10. 1 to 10 വരെയുള്ള നമ്പറാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്, അതെന്ന് പറയുന്നത് എല്ലാ ഈവൻ നമ്പറുമാണ്. ഇനി അടുത്ത കേസ് ഫിഗർ 1.3 ശ്രദ്ധിക്കുക. 1 to 10 വരെയുള്ള നമ്പറാണ്. സെറ്റ് എ എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. സെറ്റ് ബി എന്ന് പറയുന്നത് എത്രയാണ് 4ഉം 6ഉം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെൻ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെറ്റിന് പല ഓപ്പറേഷൻ ഉണ്ട്. യൂണിയന്, അതായത് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്യുന്നത്, ഇന്റർസെക്ഷന്, രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റ്. അങ്ങനെയുള്ള ഓരോ കേസും ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്ക് വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഓൺ സെറ്റ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ എന്താണ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ. അതുപോലെ തന്നെ അതായത് രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ നമുക്ക് രണ്ട് സെറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓപ്പറേഷനൊക്കെ പെർഫോം ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്? Let A and B two sets. The union of A and B is a set which consists of all the elements of A and all elements of B. The common elements being taken only once. അതായത് യൂണിയൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എ എന്നൊരു സെറ്റും ബി എന്നൊരു സെറ്റും കൊണ്ട് എയിലെ എല്ലാ എലമെന്റും ബിയിലെ എല്ലാ എലമെന്റും കോമൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരേ ഒരു തവണ എടുക്കുകയുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ദ സിമ്പിൾ യു ഈസ് റെപ്രസെന്റ് ഡിനോട്ട് ദ യൂണിയൻ. സിംബോളിക്കലി ബി റൈറ്റ് എ യൂണിയൻ ബി, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, എ യൂണിയൻ ബി എന്ന് പറഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. അപ്പൊ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. എ എന്നൊരു സെറ്റ് തന്നിട്ടുണ്ട് 2 4 6 8. ബി എന്നൊരു സെറ്റ് തന്നിട്ടുണ്ട് 6 8 10 12. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റുകളെല്ലാം എന്ത് ചെയ്യുക, എടുക്കുക. ഇപ്പൊ 2 4, ഇപ്പൊ ഏതാണ് 6 ഇവിടെയുണ്ട്, പക്ഷെ നമ്മൾ ഒരേ ഒരു 6 എടുത്താൽ മതി. അതുകൊണ്ട് 2 എടുത്തു, 4 എടുത്തു, 6 8 അതേപടി എഴുതി. 6 ഓൾറെഡി ഉള്ളതുകൊണ്ട് വീണ്ടും എടുക്കേണ്ട, 8 ഓൾറെഡി ഉള്ളതുകൊണ്ട് എടുക്കേണ്ട, 10ഉം 12ഉം ഡിഫറൻ്റ് ആണ്. അപ്പം യൂണിയനിൽ സെറ്റ് എയും സെറ്റ് ബിയിലും എടുത്താൽ എല്ലാ എലമെന്റ് എഴുതുക, കോമൺ ആയിട്ടുള്ള എലമെന്റ് ഒരേ ഒരു തവണ എഴുതിയാൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത്, യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. ദ യൂണിയൻ ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി is the set C which consists of all those elements which are either in A or B including those which are in both. അപ്പോൾ നമ്മൾ സിമ്പിൾ A യൂണിയൻ B X such that X belong to A or X belong to B. അപ്പം A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റും ബിയിലെ എലമെന്റും ഇനി കോമൺ ആയിട്ട് എലമെന്റും, പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു തവണ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. അത് നമ്മൾ വെൻ ഡയഗ്രാം വഴി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ്. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ കാണുന്ന ഷെയ്ഡഡ് റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത് എ യൂണിയൻ ബി. അതിന്റെ പ്രോപ്പർട്ടി ശരിക്കും അറിയില്ല. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്, ബി യൂണിയൻ എ. കമ്മ്യൂട്ടേറ്റീവിലോ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി യൂണിയൻ ബി എന്ന് പറയുന്ന ഐഡന്റിക്കൽ ആണ്. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്ന ഐഡന്റിക്കൽ ആണ്. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നതും എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നതും ഐഡന്റിക്കൽ ആണ്. അസോസിയേറ്റീവിലോ എ യൂണിയൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്, നൾ സെറ്റ് ആണ്. അതിലൊന്നുമില്ല, അത് ഏ തന്നെ കിട്ടും. അതിനെ നമ്മൾ ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ഫൈ. കാരണം നമ്മൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് അതേ എലമെന്റ് തന്നെ കിട്ടും, അതിന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ്. അടുത്ത എ യൂണിയൻ എ, അതായത് ഒബ്വിയസ് തന്നെയാണ് എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ. അടുത്ത യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. ഇത് ജസ്റ്റ് എന്താണ് യൂണിയൻ, അതിന്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ള കുറച്ച് ബേസിക് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇവിടെ ഇന്റർസെക്ഷൻ മീൻ ചെയ്യുന്നത് എന്താണ്? കോമൺ എലമെന്റ്. The intersection of set A and B is a set of all elements which are common to both A and B. അതായത് എക്കിലും ബിയിലും കോമൺ ആയിട്ടുള്ള നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയും. ദ സിമ്പിൾ ഏതാണ്? ഈ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യൂസ് ടു ഡിനോട്ട് ദി ഇന്റർസെക്ഷൻ. യൂണിയന് യു പോലെയുള്ളത് വരുമ്പോഴത്തേക്കും ഇതാണ് എന്ത്? ഇന്റർസെക്ഷന്റെ സിമ്പിൾ. ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി ഇസ് എ സെറ്റ് ഓഫ് ഓൾ എലമെന്റ് വിച്ച് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. അപ്പം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ബിലോങ് ടു എ ആൻഡ് എക്സ് ബിലോങ് ടു ബി. എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്? എന്താണ്? എക്സ് ആണ്. എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് എയിലും ബിലോങ് ചെയ്യുന്നു, എക്സ് ബിയിലും ബിലോങ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, അതായത് നമ്മൾ പ്രീവിയസ് കേസിൽ ഏതാണ്? തൊട്ട് ഫ്രണ്ടിൽ കണ്ട കേസിൽ ഏതായിരുന്നു? ഈ ഒരു എക്സാമ്പിൾ 12 ശ്രദ്ധിക്കുക. ഇവിടെ എന്തായിരുന്നു? എ ഇന്റർസെക്ഷൻ ബി. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 6,8. എന്തുകൊണ്ടാണ്? എയിലും ബിയിലും, അതായത് കൺസിഡർ ദ സെറ്റ് എ ആൻഡ് ബി ഇൻ എക്സാമ്പിൾ 12. ഇതാണ് എക്സാമ്പിൾ 12. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള നമുക്ക് ഒബ്വിയസ്ലി അറിയാം ഏതായിരിക്കും? 6ഉം 8ഉം. അപ്പം ഒരു സെറ്റ് എ എടുത്തു, സെറ്റ് ബി എടുത്തു. സെറ്റ് എയിലും ഉണ്ടായിരിക്കണം, സെറ്റ് ബിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നു. പിന്നെ ഡെഫിനിഷൻ എന്താണ്? The intersection of two set A and B is the set of all elements which belong to both A and B. അതായത് ഇങ്ങനെ ഒരു എ തന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ. എ എന്നൊരു സെറ്റ് ഉണ്ട്, ബി എന്നൊരു സെറ്റ് ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? The intersection of two sets A and B is a set of all elements which belong to both A and B. അതായത് സിംബോളിക്കലി നമുക്ക് എന്ത് എഴുതാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ് ടു എ ആൻഡ് എക്സ് ബിലോങ് ടു ബി. ദ ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി 5. അതായത് ഇങ്ങനെയുള്ള ഒരു സെറ്റ് എ ഉണ്ട്, ബി ഉണ്ട്. എക്കും ബിക്കും കോമൺ ആയിട്ടൊന്നുമില്ല. അതിനെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. അതായത് ഈവൻ നമ്പറും ഓഡ് നമ്പറും എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആണ്. നോ എലമെന്റ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പം നമ്മൾ വെൻ ഡയഗ്രാം വഴി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ ഒരു രീതിയിലാണ് ഡിസ്ജോയിന്റ് സെറ്റിനെ വെൻ ഡയഗ്രാം വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇന്റർസെക്ഷൻ എ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇന്റർസെക്ഷൻ. ഈ ഇന്റർസെക്ഷൻ എടുക്കുന്നതിന്റെ എന്താണ്? ചെറിയ 1-2 പ്രോപ്പർട്ടിയാണ്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അടുത്ത എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ എന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതിനെ നമ്മൾ എന്തെന്ന് പറയും? അസോസിയേറ്റീവ് ലോ. എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അടുത്ത ഫൈ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈ ആയിരിക്കും. കാരണം ഫൈക്കും എക്കും കോമൺ ആയിട്ട് ഒന്നും കാണില്ല. അത് എന്തായിരിക്കും? ഫൈ ആയിരിക്കും. അടുത്ത യു ഇന്റർസെക്ഷൻ എ എന്ന യൂണിയൻ സെറ്റിനും, യു എന്ന് പറയുന്നത് യൂണിയൻ സെറ്റ്, ടോട്ടൽ എല്ലാ എലമെന്റ് ഒക്കെ അറിയുന്നതാണ് യൂണിയൻ സെറ്റ്. യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ ആയിരിക്കും. അതുപോലെ എ ഏതായിരിക്കും? അത് ഐഡംപൊട്ടൻ ലോ എന്ന് പറയും. ഫൈ ഇന്റർസെക്ഷൻ എ ഫൈ, അതിന്റെ ലോ ഓഫ് ഫൈ അല്ല ലോ ഓഫ് യു എന്ന് പറയും. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, സോറി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ. ശ്രദ്ധിക്കുക എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അങ്ങനെയാണ്. അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ പിന്നെ ഏതാണ്? ബി ഇന്റർസെക്ഷൻ യു എന്നുള്ളത് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, അടുത്ത. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് അതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് നമ്മൾ പറയും. ഇനി ഇതിന്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. 3 എയും ബിയും സിയും തന്നിട്ടുണ്ട്. എന്തായിരിക്കും? ബി യൂണിയൻ സി. ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളതാണ് ബി യൂണിയൻ സി. ഓക്കെ, അടുത്ത സെക്കൻഡ് വൺ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി യൂണിയൻ സിക്കും എക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഏതായിരിക്കും? ഇത്രയായിരിക്കും. ഓക്കെ, അടുത്ത എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത്രയായിരിക്കും. എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത്രയായിരിക്കും. കറക്റ്റ് അല്ലേ?
അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആദ്യമേ കണ്ടത് തന്നെ. ഏതായിരിക്കും? അത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് പേജിലോട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ഒരു കേസ് പ്രീവിയസ് പേജിലുള്ള ആ ഒരു ഇമേജ് തന്നെയാണ് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആയിട്ട് കിട്ടുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഈ രണ്ടെണ്ണം ആയിരിക്കും, എ ഇന്റർസെക്ഷൻ സി ഈ രണ്ടെണ്ണം ആയിരിക്കും എക്കും സിക്കും. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ. അപ്പം എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, ഈ ഒരു ഡയഗ്രാം വഴി നമുക്ക് എന്ത് ചെയ്യും? രണ്ടും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ഡിഫറൻസ് ഓഫ് സെറ്റ്. രണ്ട് സെറ്റ് അതിന്റെ ഡിഫറൻസിന്റെ മീനിങ് എന്താണ്? ഡിഫറൻസ് ഓഫ് ദ സെറ്റ് എ ആൻഡ് ബി ഇൻ ദിസ് ഓർഡർ ഇസ് എ സെറ്റ് ഓഫ് എലമെന്റ് വിച്ച് ബിലോങ് ടു എ ബട്ട് നോട്ട് ബിലോങ് ടു ബി. അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, എയിലുണ്ട് ബിയിലില്ല. അതായത് എ മൈനസ് ബി, ശ്രദ്ധിക്കുക, അതായത് ഇങ്ങനെ ഒരു എയിലുണ്ട് ബിയിലില്ല. അതായത് ഇത് എക്കും ബിക്കും എന്താണ്? കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും എടുക്കത്തില്ല. അതാണ് എയിലുണ്ട് ബിയിലില്ല. അപ്പം ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എ മൈനസ് ബി. ഈ ഒരു പോർഷൻ എത്രയാണ്? ബിയിലുണ്ട് എയിലില്ല, ബി മൈനസ് എ. അതിന് കോമൺ ആണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി. എക്സാമ്പിൾ പറയുകയാണ്, എ 1 2 3 4 5 6, ബി 2 4 6 8. അങ്ങനെ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിലുണ്ട് ബിയിലില്ല. സോ 1 3 5 ഏതായിരിക്കും? 1 3 5 എന്താണ്? എയിലുണ്ട് ബിയിലില്ല. 1 3 belong to എ ബട്ട് നോട്ട് ബിലോങ് ടു ബി. അപ്പൊ ബി മൈനസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 4 6 8 6. അപ്പൊ ഏതായിരിക്കും? ബിയിലുണ്ട് എയിലില്ല. ഏത് മാത്രമേ ഉള്ളൂ? 8 മാത്രമേ ഉള്ളൂ. അതാണ് എ മൈനസ് ബിയുടെയും, എ മൈനസ് കഴിഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല, ബി മൈനസ് എ ബിയിലുണ്ട് എയിലില്ല. നമ്മൾ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പറഞ്ഞ് എഴുതുന്നത്.